ഇനി നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോൾ ഒരു വശത്ത് മാത്രമാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോണത്. അതിൽ നമ്മൾ ബുള്ളിയൻ റോസ് ചെയ്യുന്നുണ്ട്. ബുള്ളിയൻ റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആങ്കറിൻ്റെ ഇതുപോലത്തെ കോട്ടൺ എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു വശം മാത്രം നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെയാണ് കോർത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ബുള്ളിയൻ റോസ് ചെയ്ത് കൊടുക്കണം. ബുള്ളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിൽ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, നമുക്കതിനുള്ള ടൈം കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് പോപ്ലിൻ തുണിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ നെക്ക് ഡിസൈൻസും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്ത് കാണിക്കാറുള്ളത്. നല്ല തുണിയിൽ വളരെ കുറച്ച് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിനകത്ത് എത്ര റോസസ് വേണം എന്നുള്ളതും എത്ര ബീഡ്സ് ആഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ ഒന്ന് മാറ്റങ്ങൾ വരുത്തി ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ 3 ബുള്ളിയൻ റോസാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര അനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് കട്ട് ബീഡ്സ് സ്കാറ്റേർഡ് ആയിട്ട് പിടിപ്പിച്ച് കൊടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് സാധാരണ സൂചി നൂലാണ് എടുത്തിട്ടുള്ളത്. നൂലെടുക്കുമ്പോൾ മെറ്റീരിയലിൻ്റെ കളറിലുള്ള നൂലെടുക്കുക. സൂചി എടുക്കുമ്പോൾ ഏറ്റവും നേരത്തെ സൂചി തന്നെ എടുക്കുക. മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് അതിനകത്ത് ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ കുത്തി താഴത്തേക്ക് എടുത്ത് കൊടുക്കണം. നമ്മൾ 2 പ്രാവശ്യമെങ്കിലും ഇത് സെക്യൂർ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഇപ്പം ഒരു പ്രാവശ്യമാണ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ റഫായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതുപോലെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബീഡ്സ് ഉപയോഗിക്കാം. ലോങ് ട്യൂബ്സ് യൂസ് ചെയ്യാം. അങ്ങനെ പല ടൈപ്പിലുള്ള ബീഡ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിച്ച് നോക്കുക. ബുള്ളിയൻ റോസ് ഏറ്റവും ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഫ്രഞ്ച് നോട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്രഞ്ച് നോട്ട് വളരെ എളുപ്പത്തിലുള്ളൊരു സ്റ്റിച്ചാണ്. മുകളിലേക്ക് കുത്തിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ സൂചി പിടിച്ച് 2 പ്രാവശ്യം ഒന്ന് ചുറ്റിക്കൊടുത്ത് നേരെ താഴത്തേക്ക് കുത്തിയെടുക്കുക. അതിൻ്റെ നടുവിലൂടെ വേണം നമ്മൾ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രഞ്ച് നോട്ടിൻ്റെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വേണം ഈ വീഡിയോസ് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ചസ് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. നമ്മൾ ഓൾറെഡി കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസിനകത്ത് ഈ ഒരു ബുള്ളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്യാത്തത്. റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അത് മടുപ്പ് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.